നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ ഈ ആഴ്ച എന്ന ജ്യോതിഷ പദ്ധതിയാകുന്നു. നിങ്ങളുടെ ഈ ആഴ്ചയിൽ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് 1200 വൃശ്ചിക മാസം 11-ാം തീയതി മുതൽ 17-ാം തീയതി വരെയുള്ള ചൊവ്വാഴ്ച മുതൽ തിങ്കളാഴ്ച വരെയുള്ള ദിനങ്ങളിലെ ശുഭാശുഭ ഫലങ്ങളാണ്. അതായത് 2024 നവംബർ 26 മുതൽ ഡിസംബർ 2-ാം തീയതി വരെയുള്ള ഒരാഴ്ച കാലത്തെ ശുഭാശുഭ ഫലങ്ങൾ നാം ചർച്ച ചെയ്യുന്നു. ഇവിടെ ഈ ആഴ്ചയിലെ ഒരു പ്രധാനപ്പെട്ട വിഷയം അമാവാസി അഥവാ കറുത്ത വാവ് വരുന്നത് ഡിസംബർ 1-ാം തീയതിയാകുന്നു. അതിനാൽ പിതൃതർപ്പണം ചെയ്യുന്നവർക്ക് നവംബർ 30-ാം തീയതി ശനിയാഴ്ച കാലത്ത് 10:45 മുതൽ അമാവാസിയാകുന്നു. അതിനാൽ അന്നേ ദിവസം അമാവാസി ഒരിക്കൽ ഒക്കെ ആചരിച്ചുകൊണ്ട് പിറ്റേന്നാൾ ഡിസംബർ 1-ാം തീയതി, അതായത് വൃശ്ചിക മാസം 16-ാം തീയതി നമുക്ക് പിതൃക്കളുടെ ബലികർമ്മങ്ങൾ ചെയ്യുന്നതിന് ഏറ്റവും അനുയോജ്യമായ ദിനമാകുന്നു. ഗുരുവായൂർ ഏകാദശി വൃശ്ചിക മാസത്തിൽ വരുന്നുണ്ട്. വളരെ സവിസ്തരം ഏകാദശിയെക്കുറിച്ചുള്ള ഐതിഹ്യവും ചരിത്രവുമെല്ലാം തന്നെ ഡോക്ടർ മാരാജി നിങ്ങളുമായി വീഡിയോയിൽ സംവേദിക്കുന്നതാണ്. അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് മകരം രാശിക്കാരുടെ ഈ ഒരു വാരത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. മകരം രാശി എന്നാൽ ഉത്രാടം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക, തിരുവോണം അവിട്ടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹമാകുന്ന രാശിയാകുന്നു. ഇവിടെ ഇന്ന് മകരം രാശിക്കാർക്ക് രാശിയിൽ ഗ്രഹങ്ങളില്ല. 2-ാം ഭാവത്തിൽ ശനി, 3-ൽ രാഹു, 5-ൽ വ്യാഴം, 7-ൽ ചൊവ്വ, 9-ാം ഭാവത്തിൽ ചന്ദ്രൻ, കേതു, 11-ാം ഭാവത്തിൽ സൂര്യൻ, ബുധൻ, 12-ാം ഭാവത്തിൽ ശുക്രൻ. ഇവിടെ മകരം രാശിക്കാർക്ക് കർമ്മപതി, ജോലിയെ ചിന്തിക്കേണ്ടുന്ന ഗ്രഹം ശുക്രൻ 12-ാം ഭാവത്തിൽ നിൽക്കുന്നു. അതിനാൽ പുതിയ ജോലി തേടി പോകുന്നതിന് മുമ്പ് ഉള്ള ജോലി നഷ്ടപ്പെടാതെ ശ്രദ്ധിക്കേണ്ടതാണ്. കർമാധിപൻ 12-ൽ നിൽക്കുന്നു, ദുസ്ഥനായി നിൽക്കുന്നു. അതിനാൽ ജോലി വിഷയത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ട സാധ്യത ധാരാളമുണ്ട്. സന്താനങ്ങളുമായി വിരഹം വരുന്ന സമയമാണ്. അല്ലെങ്കിൽ മക്കളുടെ പല തീരുമാനങ്ങളും നമുക്ക് മാനസികമായ പ്രയാസങ്ങൾ ഉണ്ടാക്കാം. അത് മക്കളുടെ വിവാഹ വിഷയത്തിലുള്ള തീരുമാനങ്ങളായാലും, അല്ലെങ്കിൽ അവർ പഠനത്തിൽ വളരെ മുന്നോട്ട് പോകുന്ന സമയത്ത് എന്തെങ്കിലും മാനസിക പ്രയാസങ്ങൾ വന്ന് പഠനം മതിയാക്കി വീട്ടിലേക്ക് തിരിച്ചു വരിക, അങ്ങനെ ധാരാളം അനുഭവങ്ങൾ. നല്ല പ്രതീക്ഷയോടുകൂടി മെഡിസിന് പോവുക, കുറച്ച് കഴിയുമ്പോൾ അവിടുന്ന് തിരിച്ചു വരിക. അതിനാൽ മക്കളുമായി ബന്ധപ്പെട്ടുന്ന പല വിഷയത്തിലും പ്രയാസങ്ങൾ മകരം രാശിക്കാർക്ക് അനുഭവിക്കേണ്ടി വരും. ശുചസ്നേഹത, സ്നേഹത്തിനിടെ ദുഃഖം വരുമെന്നാണ്. താൻ വളരെയധികം പ്രതീക്ഷയോടെ വളർത്തിയ മക്കൾ തന്നെ ധിക്കരിക്കുന്ന സമയവും കൂടിയാണ്. അതവരുടെ വിവാഹ വിഷയത്തിലായാലും അല്ലെങ്കിൽ മറ്റ് പല വിഷയത്തിലായാലും പിതാവിന് റെസ്പെക്റ്റ് കൊടുക്കാത്തൊരവസ്ഥ വരിക, അതിലൂടെ മാനസികമായി തങ്ങൾക്ക് പ്രയാസങ്ങളുണ്ടാകുക. ഇവിടെ പ്രത്യേകിച്ച് പുത്രകാരകൻ, മക്കളെപ്പറ്റി ചിന്തിക്കേണ്ടുന്ന ഗ്രഹം കാരകഗ്രഹം വ്യാഴമാകുന്നു. ആ വ്യാഴം 5-ാം ഭാവത്തിൽ നിൽക്കുന്നതും അത്ര ഗുണമല്ല. സുതേ വിദ്യമാനേ വയോന്തേ വിഭൂതിഹി ഫലോപദ്രവ പാകകാലേ ഫലസ്യ. ഫലം പഴുത്ത് പറിക്കാൻ നോക്കുമ്പോൾ പുഴുക്കുത്തുണ്ടാകുമെന്നാണ്. അതിനാൽ മക്കളെ കൊണ്ടുണ്ടാകുന്ന ഐശ്വര്യം പലപ്പോഴും മകരം രാശിക്കാർക്ക് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ധനാധിപനായ ഗ്രഹം ദോഷമില്ല, നല്ല സ്ഥാനത്ത് നിൽക്കുന്നു. ലഗ്നാധിപനായ ശനി തന്നെ ധനസ്ഥാനത്ത് നിൽക്കുന്നു. 5-ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം ബുദ്ധിപരമായ വിഷയത്തിൽ വളരെയധികം ഗുണഗണങ്ങൾ മകരം രാശിക്കാർക്ക് സംജാതമാക്കുന്നു. അവിടെ ശുക്രൻ 12-ൽ നിന്നാലും പല രീതിയിലുള്ള സാമ്പത്തികമായ സൗഭാഗ്യങ്ങളുണ്ടാകും. ഏത് ഗ്രഹവും 12-ാം ഭാവത്തിൽ നിന്നാൽ ഗുണമല്ല. 12-ാം ഭാവം പാപമാകുന്നു, പതനമാകുന്നു, ദുർവ്യയമാകുന്നു, കടങ്ങളാകുന്നു. ശുഭഗ്രഹം നിന്നാലും പാപഗ്രഹം നിന്നാലും വളരെ ദോഷമാണ്. പക്ഷേ 12-ൽ ശുക്രൻ വന്നാൽ സധനോന്തി, അയാൾ ധനത്തോടു കൂടിയ ഇരിക്കുന്ന ആളായിരിക്കുമെന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. അതിനാൽ ഞാൻ പറയുന്നു, മകരം രാശിക്കാർക്ക് ഈ ഒരു വാരക്കാലം ഗാംബ്ലിങ്ങിൻ്റെ സമയമാണ്. ഊഹക്കച്ചവടം, ലോട്ടറി കച്ചവടം, ചൂതാട്ടങ്ങൾ, ഇതുമായി ബന്ധപ്പെടുന്ന ഗാംബ്ലിങ്ങായിട്ട് ബന്ധപ്പെടുന്ന വിഷയത്തിൽ കാശുണ്ടാക്കാം മകരം രാശിക്കാർക്ക്. ഊർധ്വമുഖ രാശിയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, യാത്രയിൽ തടസ്സമുണ്ടാക്കുന്നു 7-ാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ. പക്ഷേ യാത്രാപതിയായ ചന്ദ്രൻ കന്നിരാശിയിൽ നിൽക്കുന്നു. അതിനാൽ അന്യദേശത്ത് പോകുവാനോ അവിടെ സെറ്റിലാകുവാനോ മകരം രാശിക്കാർക്ക് ഈ ഒരു വാരം അനുകൂലമാണ്. പരഗൃഹൈഹി വിത്തേഹി സംയുജ്യത എന്നാണ്
ചന്ദ്രൻ്റെ കന്നിരാശിയിലെ ഫലം പറഞ്ഞിരിക്കുന്നത്. അന്യൻ്റെ വീട്ടിൽ താമസിക്കുക, അന്യൻ്റെ ധനം ഉപയോഗിക്കുക, ശമ്പളം ലഭിക്കുക, ഇതൊക്കെ മകരം രാശിക്കാർക്ക് പറഞ്ഞിരിക്കുന്നു. അവിടെയും 11-ാം ഭാവത്തിൽ സൂര്യനും ബുധനുമുണ്ട്. ഊർധ്വമുഖ രാശിയാണ്. പുതിയ പദ്ധതി ആരംഭം, തുടക്കം, യാത്ര, ഇതൊക്കെ തന്നെ മകരം രാശിക്കാർക്ക് വളരെയധികം നല്ലതാണ്. വീട്ടിൽ നിന്നും സമ്പത്ത് നഷ്ടപ്പെട്ടു പോവുക, സ്വർണം തസ്കരന്മാർ, കള്ളന്മാർ വന്ന് തട്ടിക്കൊണ്ടുപോകുന്നൊരവസ്ഥയാണ്. അതിനാൽ സ്വർണ്ണ നിക്ഷേപങ്ങളും ശ്രദ്ധിക്കണം, ആഭരണങ്ങളും വളരെ ശ്രദ്ധിക്കണം. യാത്രയിൽ പല തടസ്സങ്ങളും ചൊവ്വയുണ്ടാക്കുന്നു. ഇവിടെ പ്രധാനപ്പെട്ട കർമ്മതടസ്സം മാറാൻ ശത്രുസംഹാര ഗുരുതി പുഷ്പാഞ്ജലി, ശത്രുമുട്ടൊക്കെ വെള്ളിയാഴ്ചകൾ ചെയ്യുക. യാത്രാ തടസ്സം മാറാൻ കർമ്മമുട്ടി ചെയ്യുക ചൊവ്വാഴ്ച. ഇതൊക്കെ തന്നെ നമുക്ക് ധാരാളം ഫലവത്തായ ഫലങ്ങൾ മകരം രാശിക്കാർക്ക് പ്രദാനം ചെയ്യുന്നതാണ്. എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് കുംഭം രാശിക്കാരുടെ ഈ ഒരു വാരത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. കുംഭരാശി എന്നാൽ അവിട്ടം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, ചതയം പുരുരുട്ടായ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്ന 2 നക്ഷത്ര സമൂഹമാകുന്നു. ഇവിടെ കുംഭൻ രാശിക്കാർക്ക് രാശിയിൽ ശനി, 2-ൽ രാഹു, 4-ാം ഭാവത്തിൽ വ്യാഴം, 6-ാം ഭാവത്തിൽ ചൊവ്വ, അഷ്ടമത്തിൽ ചന്ദ്രൻ കേതുവോടുകൂടെ, 10-ാം ഭാവത്തിൽ സൂര്യൻ ബുധൻ, 11-ാം ഭാവത്തിൽ ശുക്രൻ. ഇവിടെ അഷ്ടമത്തിൽ ചന്ദ്രൻ നിൽക്കുന്നത് ശാരീരികമായ അസ്വസ്ഥതകളെ സൂചിപ്പിക്കുന്നു. ഈ ഒരു വാരം സഭാവിദ്യതേ ഭൈഷജീതസ്യ ഗേഹേ പര്യൽ കർഹീത് ക്വാധം ഉദ്ഗോതകാനി മഹാവ്യാധയോ ഭീതയോ വാരിഭൂതാഹ ശശി ക്ലേശകൃത് സങ്കടാന്യ അഷ്ടമസ്ഥ. 8-ൽ നിൽക്കുന്ന ചന്ദ്രൻ ക്ലേശങ്ങളുണ്ടാക്കുന്നു, സങ്കടങ്ങളുണ്ടാകുന്നു, മഹാവ്യാധികളുണ്ടാകുന്നു. ജലത്തിൽ നിന്നുണ്ടാകുന്ന അസ്വസ്ഥതകൾ ശ്രദ്ധിക്കണം. മലേറിയ, ഡെങ്കിപ്പനി, അല്ലെങ്കിൽ മഞ്ഞപ്പിത്തം, ജോണ്ടിസം, ഇതൊക്കെ വളരെ ശ്രദ്ധിക്കുക. വൈറൽ സംബന്ധമായ രോഗങ്ങൾ, ഡയേറിയ, അതേ രീതിയിൽ നാം പറയുന്ന ഛർദി, അതിസാരം, ഇതൊക്കെ കാലാവസ്ഥ വ്യതിയാനം വരുമ്പോൾ കുംഭൻ രാശിക്കാർക്ക് ശാരീരികമായ ക്ലേശങ്ങൾ ഉണ്ടാക്കുന്നു. രോഗസ്ഥാനത്ത് ചൊവ്വയുമുണ്ട്. രക്തദൂഷ്യവുമായി ബന്ധപ്പെടുന്ന രോഗങ്ങളെയും ശ്രദ്ധിക്കണം. കുംഭൻ രാശിക്കാർ കർമ്മപതിയായ ഗ്രഹം ചൊവ്വ ബാധയിൽ നിൽക്കുന്നു. അതിനാൽ നല്ല കർമ്മം ചെയ്ത് ദുഷ്കർമ്മങ്ങൾ ഫലമായി വരാൻ പാടില്ല. കർമ്മസ്ഥാനത്ത് സൂര്യനും ബുധനുമുണ്ട്. അത് പ്രായേണ കർമ്മമേഖലയിലുള്ള ഒരു ശക്തിയെ കാണിക്കുന്നു, ആ ഊർജ്ജസ്വലതയെ കാണിക്കുന്നു. ദണ്ഡനാഥോ കുജാർക്കോ എന്നാണ്. 10-ൽ സൂര്യൻ വരുമ്പോൾ അയാൾ കയ്യിൽ ആയുധം പിടിക്കുമെന്നാണ്. അവിടെ ബുധനും വളരെ ഒരു നല്ല ശക്തിയെ പ്രദാനം ചെയ്യുന്നു. 11-ാം ഭാവത്തിലെ ശുക്രൻ കുംഭൻ രാശിക്കാർക്ക് ഗൃഹസംബന്ധമായ പ്രവർത്തനങ്ങൾ, വീട് നിർമ്മാണം, ഭൂമി വാങ്ങുക, ഇതിന് വളരെ അനുകൂലമാണ് ഈ ഒരു വാരം. ഇവിടെ ഭൂമിപതിയായ ഗ്രഹം ശുക്രൻ 11-ാം ഭാവത്തിലാണ്. അതിനാൽ സാമ്പത്തികമായ ഇൻവെസ്റ്റ്മെൻറ്റ്സിൽ, ഭൂമിപരമായ ഇൻവെസ്റ്റ്മെൻറ്റ്സിനൊക്കെ വളരെ അനുകൂലമാണ്. ആത്മീയമായ സുഖം വളരെയധികം വരുന്ന വാരമാകുന്നു. 4-ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം തപസ്യ എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. 4-ൽ വ്യാഴം വന്നാലും ശുക്രൻ വന്നാലും ഹോരാചാര്യർ പറഞ്ഞത് ഒരേ ഒരു ഫലമാണ്, തപസ് അനുഷ്ഠിക്കുമെന്നാണ്. പക്ഷേ വ്യാഴം ആത്മീയമായ സുഖമാണ്, ശുക്രനാണെങ്കിലോ ഭൗതികമായ സുഖത്തെയും സൂചിപ്പിക്കുന്നു. അതാണ് വ്യാഴവും ശുക്രനും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. ഒന്ന് സ്പിരിച്വലായ ഒരാൾ, വ്യാഴം ദേവമന്ത്രി, സ്പിരിച്വൽ ആത്മീയമായ സുഖത്തിൻ്റെ ഗ്രഹമാകുന്നു. ശുക്രനാകട്ടെ അസുരഗുരുവാണ്. അദ്ദേഹം ഭൗതികമായ മെറ്റീരിയലായ എല്ലാ സുഖത്തിൻ്റെയും കാരകനുമാകുന്നു. അതിനാൽ വലിയ ദോഷങ്ങളൊന്നും കുംഭൻ രാശിക്കാർക്ക് ഈ ഒരു വാരക്കാലം പ്രതീക്ഷിക്കേണ്ട. ശാരീരികമായി അമ്മയുടെ ആരോഗ്യത്തിന് വേണ്ടി, അമ്മയ്ക്ക് വേണ്ടി മൃത്യുഞ്ജയ അർച്ചന ചെയ്യുക. കർമ്മമേഖലയിലെ ദുരിതങ്ങൾ മാറാൻ ശത്രുമുട്ട്, കർമ്മമുട്ട് ചെയ്യുക നാളികേരം കൊണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, തൻ്റെ പേരിലും ശാരീരികമായ ക്ലേശങ്ങൾ ഒഴിവാക്കാൻ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി ചെയ്യുന്നതും വളരെയധികം ഈ വാരത്തിൽ ഗുണകരമാകും. കുംഭം രാശിക്കാർക്ക് നമസ്തേ. അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് മീനം രാശിക്കാരുടെ ശുഭാശുഭ ഫലങ്ങളാണ് ഈ ഒരു വാരക്കാലത്തെ. മീനൻ രാശി എന്നാൽ പുരൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങളടങ്ങുന്ന 2 നക്ഷത്രമാകുന്നു. ഇവിടെ മീനം രാശിയിൽ രാഹു, 3-ൽ വ്യാഴം, 5-ൽ ചൊവ്വ, 7-ാം ഭാവത്തിൽ ചന്ദ്രൻ, 9-ാം ഭാവത്തിൽ സൂര്യൻ ബുധൻ, 10-ാം ഭാവത്തിൽ ശുക്രൻ, 12-ാം ഭാവത്തിൽ ശനി. ഇവിടെ മീനൻ രാശിക്കാർക്ക് വിദേശയാത്രയ്ക്ക് അനുകൂലമായ ഒരു സമയമാകുന്നു. ധനിത്വം ഭവേത് അധ്വവാണിജ്യതോപി, വഴിവക്കിൽ കച്ചവടം ചെയ്ത് കാശുണ്ടാക്കുമെന്നൊരു ഫലം പറഞ്ഞിട്ടുണ്ട് 7-ാം ഭാവത്തിൽ ചന്ദ്രൻ നിന്നാൽ.
ദദദ്ദാരശം സപ്തമേ ശീതരശ്മി, 7 ചന്ദ്രൻ വന്നാൽ ഭാര്യാസുഖം ലഭിക്കും. ഇവിടെ ഭാര്യാപതിയായ ഗ്രഹം 7ാം ഭാവാധിപൻ ബുധൻ നല്ല സ്ഥാനത്ത് നിൽക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, 7 ചന്ദ്രൻ വരുമ്പോൾ യേശു തീവ്രമതോ മതേ, തീവ്രമായ കാമമുണ്ടാകുമെന്നൊരു ഫലം പറഞ്ഞിട്ടുണ്ട്. അതിനാൽ തങ്ങളുടെ കാമവാസനകളെ ശ്രദ്ധിക്കണം. അതിലൂടെ പേരുദോഷമോ പോക്സോ പോലുള്ള കേസുകളോ മീനൻ രാശിക്കാർ ഫേസ് ചെയ്യാൻ പാടില്ല. ധാരാളം തീർത്ഥസ്ഥലങ്ങൾ സന്ദർശിക്കുവാനുള്ള അവസരം കൈവരും. 9ാം ഭാവത്തിൽ സൂര്യനും ബുധനുമാണ്. അച്ഛൻ്റെ ആരോഗ്യ വിഷയം വളരെ ശ്രദ്ധിക്കണം. ഇവിടെ മീനൻ രാശിയുടെ അധിപനായ വ്യാഴവും അതേ രീതിയിൽ 7ാം ഭാവാധിപനായ ബുധനും തമ്മിൽ ഒരു സമസപ്തമ യോഗമുണ്ട്. പല വിവാഹ കാര്യങ്ങളും തീരുമാനങ്ങളുമൊക്കെ ഈ ഒരു വാരത്തുണ്ടാകാം. ആത്മീയമായ ധാരാളം സുഖങ്ങളുണ്ടാകാം. കർമ്മമേഖലയിൽ വളരെയധികം ഗുണഫലങ്ങൾ ലഭിക്കുന്നു. സഹോദരങ്ങളെ കൊണ്ട് തനിക്ക് ദുഃഖമുണ്ടാകുന്നു. അവരുടെ ആരോഗ്യ വിഷയമൊക്കെ അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. 10ാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുന്നത് കർമ്മമേഖലയിൽ നല്ലൊരു ഉണർവിന് വളരെ അനുകൂലമാണ്. ഇവിടെ ഒരു പരിവർത്തന യോഗമാണ്. കർമാധിപനായ വ്യാഴം ശുക്രക്ഷേത്രത്തിലും സഹായപതിയായ ശുക്രൻ കർമ്മക്ഷേത്രത്തിൽ നിൽക്കുന്നു. പല സഹായികളെ കൊണ്ട് തനിക്ക് വളരെ അനുകൂലമായ സമയം സംജാതമാകുന്ന വാരമാകുന്നു. വലിയ ബുദ്ധിമുട്ടുകൾ മീനൻ രാശിക്കാർക്ക് ഈ ഒരു വാരത്ത് ഇല്ല. ശാരീരികമായി ഉദരസംബന്ധമായ രോഗങ്ങൾ ശ്രദ്ധിക്കണം. 5ാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുന്നു. അതേ രീതിയിൽ സന്താന സംബന്ധമായ അരിഷ്ടതകളും ഈ ഒരു വാരത്ത് വരും. 7ൽ കറുത്തപക്ഷത്തിൽ ചന്ദ്രൻ വരുമ്പോൾ കൃഷപക്ഷേ വിപക്ഷാവിഭൂത, വിപക്ഷത്തിലുള്ള ആളുകളെ കൊണ്ട്, എതിരാളികളെ കൊണ്ട് തനിക്ക് അപമാനങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകും. അതിനാൽ ശ്രദ്ധിക്കുക. പല അഭക്യാദികളിലും തന്നെ പലരും ചെന്ന് പെടുത്താൻ ശ്രമിക്കും. നല്ല വെള്ള വസ്ത്രം ധരിച്ചിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു കുപ്പി മഷി തൻ്റെ ആ വെള്ള വസ്ത്രത്തിൽ വരികയാണെങ്കിൽ വസ്ത്രം മുഴുവൻ മാത്രമല്ല ശരീരം മുഴുവനും ആ മഷിയെക്കൊണ്ട് കളങ്കിതമാകുന്നു. അപ്രകാരം കളങ്കമുണ്ടാക്കാൻ പലരും ശ്രമിക്കും നമുക്കെതിരെ. അത് സ്ത്രീ വിഷയമായാലും ശത്രു വിഷയമായാലും ഒക്കെ വളരെ ശ്രദ്ധിക്കുക. ശത്രുദോഷ പരിഹാരമായി ശത്രുമുട്ടി ചെയ്യുക. ദാമ്പത്യത്തിലുള്ള ശ്രേയസ്സിന് വേണ്ടി ദാമ്പത്യം മുട്ടി ചെയ്യാം. വിവാഹ തീരുമാനങ്ങൾ ഉണ്ടാകാൻ വേണ്ടി വിവാഹം മുട്ടി ചെയ്യുക. തിങ്കളാഴ്ച നല്ല വൃത്തിയായി ദേവീക്ഷേത്രത്തിൽ സ്വയംവര പുഷ്പാഞ്ജലി അനുഷ്ഠിക്കുന്നതും മീനൻ രാശിക്കാർക്ക് വളരെ അനുകൂലമാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വളരെ ശോഭനമായ ഒരു വാരത്തെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.